ഹരി ഓം. ഇന്ന് ശ്രീമന്നാരായണീയത്തിലെ 48-ാം ദശകമാണ് വായിക്കാൻ പോകുന്നത്. നളകൂപര മണിഗ്രീവന്മാരുടെ ശാപമോക്ഷമാണ് ഈ ദശകത്തിലെ പ്രതിപാദ്യ വിഷയം. ഒന്നാമത്തെ ശ്ലോകം. മുദാസുരൗഖൈസ്ത്വമുദാരസമ്മതൈരുദീര്യ ദാമോദര ഇത്യഭിഷ്ടുത മൃദോദരസ്വൈരമുലൂഖലേലഗന്നതൂരതോ ദ്വൗ കകുഭാവുദൈക്ഷഥാ. അർത്ഥം: ഉദാരസമ്മതൈഃ സുരൗഖൈഃ, അത്യന്തം സന്തോഷത്തോടുകൂടിയ ദേവസമൂഹത്താൽ, ദാമോദരഃ ഇതി ഉദീര്യ മുദാ അഭിഷ്ടുതഃ, ദാമോദരൻ എന്ന് സംബോധന ചെയ്ത് പ്രീതിയോടെ ചുറ്റും നിന്ന് സ്തുതിക്കപ്പെട്ട, മൃദൂദരഃ ത്വം സ്വൈരം ഉലൂഖലേലകൻ, മൃദുവായ വയറോടുകൂടിയ നിന്തിരുവടി യഥാസുഖം ഉരലു പറ്റിപ്പിടിച്ച് നിന്നിട്ട്, അദൂരതഃ ദ്വൗ കകുഭൗ ഉദൈക്ഷഥ, സമീപത്ത് 2 മരുതുവൃക്ഷങ്ങളെ ദർശിച്ചു. രണ്ടാമത്തെ ശ്ലോകം. കുബേരസൂനുർനളകൂപരാഭിത പരോ മണിഗ്രീവ ഇതി പ്രഥാം ഗത മഹേശസേവാധിഗത ശ്രിയോന്മതൗ ചിരം കില ത്വദ്വിമുഖാവഖേലതാം. അർത്ഥം: നളകൂപരാഭിത, നളകൂപരൻ എന്ന പേരായ കുബേരസൂനുഹു, വൈശ്രവണപുത്രൻ, കുബേരൻ്റെ പുത്രൻ, മണിഗ്രീവഃ ഇതി പ്രഥാം ഗതഃ പരഃ കുബേരസൂനു, മണിഗ്രീവൻ എന്ന് പ്രസിദ്ധി പ്രാപിച്ച മറ്റൊരു വൈശ്രവണപുത്രൻ, മഹേശസേവാധിഗത ശ്രിയ ഉന്മതൗ, ഇരുവരും ശ്രീപരമേശ്വരൻ്റെ സേവ കൊണ്ട് ലഭിച്ച സൗന്ദര്യം, സമ്പത്ത് ഇവ കൊണ്ട് വർദ്ധിച്ച അഹങ്കാരത്തോടു കൂടിയവരായിട്ട്, ത്വദ്വിമുഖൗ, നിന്തിരുവടിയിൽ വൈമുഖ്യത്തോടെ, ചിരം അഖേലതാം കില, വളരെ കാലം കളിച്ചു നടന്നുപോലും. മൂന്നാമത്തെ ശ്ലോകം. സുരാപഗായാം കില തൗ മദോത്കടൗ സുരാപഗായത് ബഹുയൗവതാവൃതൗ വിവാസസൗ കേളിപരൗ സ നാരദോ ഭവത്പദൈകപ്രവണോ നിരൈക്ഷത. അർത്ഥം: മദോത്കടൗ സുരോപഗായത് ബഹുയൗവതാവൃതൗ, മദ്യപാനം കൊണ്ടുണ്ടായ മദത്താൽ ഉദ്ധതന്മാരും, മദ്യപാനം ചെയ്ത് പടുപാട്ടുപാടുന്ന അനേകം യുവതീ സമൂഹത്താൽ ചുറ്റപ്പെട്ടവരും, വിവാസസൗ സുരോപഗായാം കേളിപരൗ തൗ, ഉടുവസ്ത്രം പോലും ഇല്ലാത്തവരും ഗംഗാനദിയിൽ ക്രീഡിക്കുന്നതിൽ മുഴുകിയവരുമായ ആ നളകൂപര മണിഗ്രീവന്മാരെ, ഭവത്പദൈകപ്രവണഃ സഹ നാരദഃ നിരൈക്ഷത കില, നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളിൽ തന്നെ മനസ്സർപ്പിച്ചിട്ടുള്ള ജഗത് പൂജ്യനായ നാരദ മഹർഷി കാണുകയുണ്ടായി. നാലാമത്തെ ശ്ലോകം. ഭിയാ പ്രിയാലോകമുപാതവാസസം പുരോ നിരീക്ഷ്യാപി മദാന്ധചേതസൗ ഇമൗ ഭവദ്ഭക്ത്യുപശാന്തിസിദ്ധയേ മുനിർജഗൗ ശാന്തിമൃതേ കുതഃ സുഖം. അർത്ഥം: ഭിയ ഉപാത്തവാസസം പ്രിയാലോകം, മഹർഷിയുടെ നേരെയുള്ള ഭയം കൊണ്ട് വസ്ത്രമെടുത്തൊടുത്ത സുന്ദരീജനത്തെ, പുരഃ നിരീക്ഷ്യാപി മദാന്തചേതസൗ ഇമൗ, മുമ്പിൽ വ്യക്തമായി കണ്ടിട്ടും മതം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ട മനസ്സോടുകൂടിയ ഇവരോട്, നളകൂപര മണിഗ്രീവന്മാരോട്, ഭവത് ഭക്ത്യുപശാന്തി സിദ്ധയേ, ഇവർക്ക് ഭഗവാനിൽ ഭക്തിയും നിന്ദ്യകർമ്മങ്ങളിൽ നിന്ന് മനസ്സിന് നിവൃത്തിയും ലഭിക്കാൻ വേണ്ടി, മുനിഹി ജഗൗ, ശ്രീ നാരദ മഹർഷി അരുളി ചെയ്തു, ശാന്തിമൃതേ കുതഃ സുഖം, ശാന്തി കൂടാതെ എവിടെയാണ് സുഖം ഉണ്ടാവുക. അഞ്ചാമത്തെ ശ്ലോകം. യുവാമവാപ്തൗ കകുഭാത്മതാം ചിരം ഹരിം നിരീക്ഷ്യാഥ പദം സ്വമാപ്നുതം
ഇതീരിതൗ തൗ ഭവതീക്ഷണസ്പൃഹാം ഗതൗ വ്രജാന്തേ കകുഭൗ ബഭൂവതു. അർത്ഥം: യുവാം ചിരം കകുഭാത്മതാം അവാപ്തൗ. നിങ്ങൾ ഇരുവരും വളരെ കാലം മരുതുമരങ്ങളായി ഭവിച്ചിട്ട് അഥ ഹരിം നിരീക്ഷ്യ സ്വം പദം ആപ്നുതം. പിന്നീട് ഹരിയെ, ശ്രീഹരിയെ ദർശിച്ച് സ്വന്തം സ്ഥാനത്തെ പ്രാപിക്കുവിൻ. ഇത് ഈരിതൗ തൗ. ശ്രീനാരദനാൽ ഇപ്രകാരം പറയപ്പെട്ട, അതായത് ശാപവും ശാപമോക്ഷവും നൽകപ്പെട്ട ആ നാളകൂപര മണിഗ്രീവന്മാർ ഭവതീക്ഷണസ്പൃഹാം ഗതൗ, നിന്തിരുവടിയെ കാണാനുള്ള കൊതി പൂണ്ട് വ്രജാന്തേ കകുഭൗ ബഭൂവതുഹു, അമ്പാടിയിൽ മരുതുവൃക്ഷങ്ങളായിത്തീർന്നു. ആറാമത്തെ ശ്ലോകം. അതന്ത്രമിന്ദ്രദ്രുയുഗം തഥാവിധം സമേയുഷാ മന്ഥരഗാമിനാ ത്വയാ തിരായിതോലൂഖലരോധനിർധുതൗ ചിരായ ജീർണൗ പരിപാതിതൗ തരൂ. അർത്ഥം: തഥാവിധം ഇന്ദ്രദ്രുയുഗം, അപ്രകാരമുള്ള 2 മരുതുവൃക്ഷങ്ങളെ മന്ഥരഗാമിന അതന്ത്രം സമേയുഷാത്വയാ, മെല്ലെ മെല്ലെ നടന്ന് മടി കൂടാതെ സമീപിച്ച നിന്തിരുവടി ചിരായ ജീർണൗ തരൂ, കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച ആ 2 വൃക്ഷങ്ങളെ തിരായിതോലൂഖലരോധനിർധുതൗ പരിപാതിതൗ, വിലങ്ങത്തിൽ ചെന്നു കുടുങ്ങിയ ഉരലിൻ്റെ തടസ്സം കാരണം കടപുഴക്കി തട്ടിയിട്ടു. ഏഴാമത്തെ ശ്ലോകം. അഭാജിശാഖിദ്വിതയം യഥാ ത്വയാ തദൈവ തദ്ഗർഭതലാനിരേയുഷാ മഹാത്വിഷാ യക്ഷയുഗേന തക്ഷണാദഭാജി ഗോവിന്ദ ഭവാനപിസ്തവൈ. അർത്ഥം: ഗോവിന്ദ, യഥാ ത്വയാ ശാഖിദ്വിതയം അഭാജി, എപ്പോൾ നിന്തിരുവടിയാൽ 2 വൃക്ഷവും തകർക്കപ്പെട്ടുവോ, തഥായേവ തദ്ഗർഭതലാത് നിരേയുഷ, അപ്പോൾ തന്നെ അവയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന മഹാത്വിഷ യക്ഷയുഗേന തക്ഷണാത് ഭവാൻ സ്തവൈഹി അഭാജിയപി, മഹാതേജസ്വികളായ 2 യക്ഷന്മാർ, കുബേരപുത്രന്മാർ ഉടനെ നിന്തിരുവടിയെ സ്തോത്രങ്ങൾ കൊണ്ട് സേവിക്കുകയും ചെയ്തു. എട്ടാമത്തെ ശ്ലോകം. ഇഹാന്യഭക്തോപി സമേഷ്യതി ക്രമാദ് ഭവന്തമേദൗ ഖലു രുദ്രസേവകൗ മുനിപ്രസാദാദ് ഭവതംഘ്രിമാഗതൗ ഗതൗ വൃണാനൗ ഖലു ഭക്തിമുത്തമാം. അർത്ഥം: ഇഹ അന്യഭക്തഃ അപി ക്രമാത് ഭവന്തം സമേഷ്യതി ഖലു. ലോകത്തിൽ അന്യദേവതാഭക്തന്മാരും ക്രമത്തിൽ നിന്തിരുവടിയെ പ്രാപിക്കും നിശ്ചയം. ഏതൗ, ഈ രുദ്രസേവകൗ, ശിവഭക്തന്മാർ, മുനിപ്രസാദാത് ഭവതംഗ്രിം ആഗതൗ, ശ്രീനാരദ മഹർഷിയുടെ അനുഗ്രഹത്താൽ നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളിൽ എത്തിച്ചേർന്ന് ഉത്തമാം ഭക്തിം വൃണാനൗ ഗതൗ ഖലു, ശ്രേഷ്ഠമായ സാത്വിക ഭക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയുണ്ടായല്ലോ. ഒൻപതാമത്തെ ശ്ലോകം. തതസ്തരൂദ്ധാരണദാരുണാരവ പ്രകമ്പി സമ്പാതിനി ഗോപമണ്ഡലേ വിലജ്ജിതത്വജ്ജനനീ മുഖേ ക്ഷീണാ വ്യമോക്ഷി നന്ദേന ഭവാൻ വിമോക്ഷത. അർത്ഥം: തതഃ, അനന്തരം, ഗോപമണ്ഡലേ തരൂദ്ധാരണദാരുണാരവ പ്രകമ്പി സമ്പാതിനി, ഗോപസമൂഹം വൃക്ഷങ്ങൾ കടപുഴങ്ങി വീണതുകൊണ്ടുണ്ടായ ഭയങ്കര ശബ്ദം കേട്ട് പേടിച്ചു വിറച്ച് ഓടിയെത്തിയപ്പോൾ വിലജ്ജിതത്വജ്ജനനീ മുഖേ ക്ഷീണാ നന്ദേന, നിന്തിരുവടിയുടെ അമ്മയുടെ ലജ്ജ കൊണ്ട് കുനിഞ്ഞ മുഖത്തു നോക്കുന്ന നന്ദനാൽ വിമോക്ഷതഃ ഭവാൻ വ്യമോക്ഷി, മോക്ഷം നൽകുന്ന നിന്തിരുവടി വിമോചിപ്പിക്കപ്പെട്ടു. പത്താമത്തെ ശ്ലോകം.
മഹീരുഹോർമധ്യഗതോപതാർഭഗോ ഹരേ പ്രഭാവാദപരീക്ഷതോധുനാ ഇതി ബ്രുവാണൈർഗമിതോ ഗൃഹം ഭവാൻ മരുത്പുരാധീശ്വര പാഹി മാം ഗതാത്. അർത്ഥം: മഹീരുഹോഹോ മധ്യഗതഃ അർഭകഃ, രണ്ടു മരങ്ങളുടെ ഇടയിൽപ്പെട്ട ഉണ്ണി, അധുനാ ഹരേഹേ പ്രഭാവാത് അപരീക്ഷതഃ ബത, ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ശക്തി കൊണ്ട് ഒരു കേടും പറ്റാതെ രക്ഷപ്പെട്ടു. ആശ്ചര്യം. ഇതി ബ്രുവാണൈഹി ഭവാൻ ഗൃഹം ഗമിതഃ, ഇപ്രകാരം പറയുന്ന ഗോപജനങ്ങൾ നിന്തിരുവടിയെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. മരുത്പുരാധീശ്വര ത്വം മാം ഗതാത് പാഹി, ശ്രീ ഗുരുവായൂരപ്പ, അപ്രകാരമുള്ള അവിടുന്ന് എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ. കഴിഞ്ഞ ദശകത്തിൻ്റെ, അതായത് ഉലൂഖല ബന്ധനം എന്ന ആ ദശകത്തിൻ്റെ തുടർച്ചയാണ് ഈ ദശകത്തിൽ വരുന്നത്. അതായത് ഉരലിൽ കെട്ടിയപ്പോൾ ഭഗവാനെ അത്യന്തം സന്തോഷത്തോടുകൂടിയ ദേവസമൂഹങ്ങൾ ദാമോദരൻ എന്ന് സംബോധന ചെയ്തു. പ്രീതിയോടെ ചുറ്റും നിന്ന് സ്തുതിക്കപ്പെട്ട മൃദുവായ വയറോടുകൂടിയ ഭഗവാൻ യഥാസുഖം ഉരല് പറ്റിപ്പിടിച്ച് നിന്നിട്ട് അടുത്തുള്ള 2 മരുതുവൃക്ഷങ്ങളെ കണ്ടു. നളകൂബരൻ എന്നു പേരായ കുബേരപുത്രൻ, മണിഗ്രീവൻ എന്ന പ്രസിദ്ധി പ്രാപിച്ച മറ്റൊരു കുബേരപുത്രൻ. ഇവർ രണ്ടുപേരും ശ്രീ പരമേശ്വരൻ്റെ സേവ കൊണ്ട് ലഭിച്ച സൗന്ദര്യം, സമ്പത്ത് ഇവ കൊണ്ട് വർദ്ധിച്ച അഹങ്കാരത്തോടു കൂടിയവരായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനിൽ വൈമുഖ്യത്തോടെ വളരെ കാലം കളിച്ചു നടന്നുപോലും. മദ്യപാനം കൊണ്ടുണ്ടായ മദത്താൽ ഉദ്ധതന്മാരും മദ്യപാനം ചെയ്ത് പടുപാട്ടുപാടുന്ന അനേകം യുവതീ സമൂഹത്താൽ ചുറ്റപ്പെട്ടവരും ഉടുവസ്ത്രം പോലും ഇല്ലാത്തവരും ഗംഗാനദിയിൽ ക്രീഡിക്കുന്നതിൽ മുഴുകിയവരുമായ ആ നളകൂബര മണിഗ്രീവന്മാരെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ തന്നെ മനസ്സർപ്പിച്ചിട്ടുള്ള ജഗത് പൂജ്യനായ നാരദ മഹർഷി കാണുകയുണ്ടായി. മഹർഷിയുടെ നേരെയുള്ള ഭയം കൊണ്ട് വസ്ത്രമെടുത്തൊടുത്ത സുന്ദരീജനത്തെ മുമ്പിൽ വ്യക്തമായി കണ്ടിട്ടും മതം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ട മനസ്സോടുകൂടിയ നളകൂബര മണിഗ്രീവന്മാരോട് ഇവർക്ക് ഭഗവാനിൽ ഭക്തിയും നിത്യകർമ്മങ്ങളിൽ നിന്ന് മനസ്സിന് നിവൃത്തിയും ലഭിക്കാൻ വേണ്ടി ശ്രീ നാരദ മഹർഷി ഇങ്ങനെ പറഞ്ഞു: ശാന്തി കൂടാതെ എവിടെയാണ് സുഖമുണ്ടാവുക? ദുഃഖാനുഭവം കൊണ്ട് ഭക്തിയും ശാന്തിയും ലഭിക്കുന്നു. കേവലം ദുഃഖാനുഭവം കൊണ്ട് ശാന്തി സിദ്ധിക്കുകയില്ല. ദുഃഖാനുഭവം ഭക്തിദ്വാര മാത്രമേ ശാന്തിക്ക് കാരണമായി തീരുകയുള്ളൂ. നിങ്ങൾ ഇരുവരും വളരെ കാലം മരുതമരങ്ങളായി ഭവിച്ചിട്ട് പിന്നീട് ശ്രീഹരിയെ ദർശിച്ച് സ്വന്തം സ്ഥാനത്തെ പ്രാപിക്കുവിൻ. ശ്രീ നാരദനാൽ ഇപ്രകാരം പറയപ്പെട്ട ശാപവും ശാപമോക്ഷവും നൽകപ്പെട്ട ആ നളകൂബര മണിഗ്രീവന്മാർ ഭഗവാനെ കാണാനുള്ള കൊതിപൂണ്ട് അമ്പാടിയിൽ മരുതവൃക്ഷങ്ങളായിത്തീർന്നു. പരമകാരുണികനായ ശ്രീ നാരദ മഹർഷി കുബേരപുത്രന്മാരുടെ അഭ്യർത്ഥന കൂടാതെ തന്നെ അവർക്ക് ശാപമോക്ഷം നൽകിയതാണ്. വൃക്ഷാവസ്ഥയിലും കുബേരപുത്രന്മാർക്ക് സ്മൃതി ഉണ്ടാക്കുന്നത് തങ്ങൾ ചെയ്തതിൽ പശ്ചാത്താപം ഉണ്ടാകാനും ഹരി ദർശന ഔത്സുക്യം വളർത്തുവാനും വേണ്ടിയാണ്. അങ്ങനെ 100 ദിവ്യസംവത്സരക്കാലം ഒരുതരം തപസ് അനുഷ്ഠിച്ചു കൊണ്ടു നിന്നു കുബേരപുത്രന്മാർ. അപ്രകാരമുള്ള 2 മരുതവൃക്ഷങ്ങളെ മെല്ലെ മെല്ലെ നടന്ന് മടികൂടാതെ സമീപിച്ച ഭഗവാൻ കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച ആ 2 വൃക്ഷങ്ങളെ വിലങ്ങത്തിൽ ചെന്ന് കുടുങ്ങിയ ഉരലിൻ്റെ തടസ്സം കാരണം കടപുഴക്കി തട്ടിയിട്ടു. ഗോവിന്ദ, എപ്പോൾ ഭഗവാനാൽ 2 വൃക്ഷവും തകർക്കപ്പെട്ടുവോ അപ്പോൾ തന്നെ അവയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന മഹാതേജസ്വികളായ 2 യക്ഷന്മാർ, കുബേരപുത്രന്മാർ, ഉടനെ ഭഗവാനെ സ്തോത്രങ്ങൾ കൊണ്ട് സേവിക്കുകയും ചെയ്തു. ലോകത്തിൽ അന്യദേവതാഭക്തന്മാരും ക്രമത്തിൽ ഭഗവാനെ പ്രാപിക്കും നിശ്ചയം. ഈ ശിവഭക്തന്മാർ ശ്രീ നാരദ മഹർഷിയുടെ അനുഗ്രഹത്താൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ എത്തിച്ചേർന്ന് ശ്രേഷ്ഠമായ സാത്വിക ഭക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങിപ്പോവുക ഉണ്ടായി.
വിഷ്ണുഭക്തി മഹത്വം പ്രകാശിപ്പിക്കാൻ വേണ്ടി പരമവൈഷ്ണവനായ കവി ചെയ്യുന്ന ഒരു മനോഹര പ്രസ്താവനയാണിത്. ശ്രീമദ് ഭാഗവതത്തിൽ ഇതേ വിധത്തിലൊരു പ്രസ്താവനയില്ല. പിന്നീട് വൃക്ഷങ്ങൾ കടപുഴങ്ങി വീണതുകൊണ്ടുണ്ടായ ഭയങ്കര ശബ്ദം കേട്ട് പേടിച്ചു വിറച്ചോടിയെത്തിയപ്പോൾ ഭഗവാന്റെ അമ്മയുടെ ലജ്ജ കൊണ്ടും കുനിഞ്ഞ മുഖത്തു നോക്കുന്ന നന്ദനാൽ മോഷം നൽകുന്ന ഭഗവാൻ ശ്രീഹരി ശ്രീകൃഷ്ണൻ വിമോചിപ്പിക്കപ്പെട്ടു. രണ്ട് മരങ്ങളുടെ ഇടയിൽപ്പെട്ട ഉണ്ണി ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ശക്തി കൊണ്ട് ഒരു കേടും പറ്റാതെ രക്ഷപ്പെട്ടു. ആശ്ചര്യം! ഇപ്രകാരം പറയുന്ന ഗോപജനങ്ങൾ ഭഗവാനെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. ശ്രീ ഗുരുവായൂരപ്പ, അപ്രകാരമുള്ള അവിടുന്ന് എന്നെ രോഗത്തിൽ നിന്നും രക്ഷിക്കണേ. ശ്രീമദ് ഭാഗവതം ദശമം 9-ാം അധ്യായത്തിലെ ഒടുക്കത്തെ 2 പദ്യവും 10-ാം അധ്യായവും 11-ാം അധ്യായത്തിലെ 6 ശ്ലോകവുമാണ് ഈ ദശകത്തിൽ സംഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ഭാഗവതത്തിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള ഭഗവാന്റെ മനോഹര ബാലലീലകൾ, ബലവിക്രീണി സമനുഗ്രഹം മുതലായവ നാരായണീയത്തിൽ കവി സംക്ഷേപണ വ്യഗ്രതയാൽ വർണ്ണിക്കാതെ വിട്ടുകളഞ്ഞിരിക്കുകയാണ്. ധന്യവാദ.